നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കശ്മീരിൽ സേനാബലം വർദ്ധിപ്പിക്കുകയാണ് ഭാരതം. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഭീകരവാദികളെ നേരിടാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഇപ്പോൾ കശ്മീരിൽ കേന്ദ്രീകരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2019 കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370 എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിലെ ഭീകരവാദ പ്രവർത്തനത്തിന് വലിയ കുറവുണ്ടായി. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ആ ഭീകരവാദ പ്രവർത്തനത്തിന് വലിയ കുറവുണ്ടായിരുന്നു. കശ്മീരിൽ നിന്നും പലായനം ചെയ്ത കശ്മീർ പണ്ഡിറ്റുകൾ അടക്കമുള്ള വിവിധ ജാതി മതവിഭാഗങ്ങളിൽപ്പെടുന്നവരെല്ലാം തന്നെ കശ്മീരിലേക്ക് തിരികെ വരുന്നതും വിവിധ ജാതി മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളെല്ലാം കശ്മീരിൽ ആഘോഷിക്കപ്പെടുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വലിയ രീതിയിലുള്ള ഭാരത് ജോഡോ യാത്ര പോലും അവിടെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടന്നു പോകുന്നതും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ത്രിവർണ്ണ പതാക ഏന്തി കശ്മീരിൻ്റെ മണ്ണിലൂടെ നടന്നു പോകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അത്രമാത്രം സമാധാനപരമായ ജീവിതത്തിലേക്ക് കശ്മീർ തിരികെ എത്തിയിരിക്കുന്നു. എന്നാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കശ്മീരിൽ തുടരെ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാന്റെ പിന്തുണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. സത്യപ്രതിജ്ഞയുടെ ദിവസമായ അന്ന് നടന്നത് റൈസി ഭീകരാക്രമണം നമുക്ക് ഓർമ്മയുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് നേരെ ഭീകരവാദികൾ അന്ന് ആക്രമണം നടത്തിയിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം ഇന്ന് ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഒരു ജവാന് പരിക്കു പറ്റിയിട്ടുണ്ട്. ശക്തമായി തന്നെ തിരിച്ചടിച്ചു ഇന്ന് ഇന്ത്യൻ സേന. മാത്രമല്ല, റൈസി ഭീകരാക്രമണം മുതൽ ഇന്ന് കത്വയിൽ നടന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം വരെ നിരവധി വലുതും ചെറുതുമായ ഭീകരാക്രമണങ്ങൾ നടന്നു. നിരവധി ആളുകൾ, സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. തീവ്രവാദികൾ നിരവധി പേരെ തീവ്രവാദികളെയും കൊന്നൊടുക്കിയിരുന്നു. ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് നടന്ന ഓപ്പറേഷനിൽ പോലും 6 ഭീകരവാദികളെയാണ് സൈന്യം വകവരുത്തിയത്. ഈ രീതിയിൽ വലിയ ഓപ്പറേഷൻ ഇപ്പോൾ നടന്നു വരികയാണ്. തുടരെയുള്ള ഭീകരാക്രമണങ്ങൾ, പ്രത്യേകിച്ചും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദിയുടെ പാർട്ടിയായ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഭീകരവാദികൾ സാഹസത്തിന് ശ്രമിക്കുന്നത്. പക്ഷേ NDA ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വാധീനവും ഉണ്ടാക്കുന്ന കാര്യമല്ല. ശക്തമായ നിലപാട് ഭീകരവാദികളോട് ഉണ്ടാകും എന്ന നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം രാജ്യം ചർച്ച ചെയ്യാതെ പോയി, ശ്രദ്ധിക്കാതെ പോയി. അതായത്, കാശ്മീരിൽ അവശേഷിക്കുന്ന ഭീകരവാദ നെറ്റ്വർക്കിനെ ഇല്ലാതാക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് സർക്കാർ എന്നാണ്. അതായത്, ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. കശ്മീരിലേക്ക് കൂടുതൽ സേനയെ അയച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കുന്നത്. എന്തായാലും ശേഷിക്കുന്ന ഭീകരവാദ നെറ്റ്വർക്കുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ തുടങ്ങിക്കഴിഞ്ഞു. വലിയ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി വലിയ ഓപ്പറേഷൻ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നു. 6ഓളം ഭീകരവാദികളെ കഴിഞ്ഞ ഏതാനും മണിക്കൂറിനുള്ളിൽ വകവരുത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ സൈന്യത്തിൻ്റെ പെട്രോളിംഗ് വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകിയത്. അതുമാത്രമല്ല, ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അതിർത്തിക്കപ്പുറത്ത് നിന്ന് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും പാക് ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ ഭൂവിഭാഗം അടക്കം ഇത്തരം ഭീകരവാദ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിനുള്ള തെളിവുകൾ കിട്ടിയാൽ തീർച്ചയായും അതിർത്തി കടന്നും ഈ ഓപ്പറേഷനുകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരും സേനയും എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ രീതിയിൽ കശ്മീരിൻ്റെ ഭീകരപ്രവർത്തനത്തിന് അവസാനം കാണാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.